എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ഒരു ഫിലിം തിയേറ്ററിൽ ഒരു സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അവൻ തിയേറ്ററിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരുമില്ലെന്ന് കരുതി വേറൊരു സ്റ്റാഫ് ആ ഒരു റൂം ക്ലോസ് ചെയ്തിട്ട് പോവുകയാണ്. ഇവനാണെങ്കിൽ ഇരുട്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഇവൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നുണ്ടായ ബുള്ളിങ് കാരണം ഉണ്ടായ ഒരു പേടിയാണിത്. ഇവൻ ആ റൂമിൻ്റെ അകത്ത് പെട്ടുപോവുകയും പെട്ടെന്ന് അവിടെയൊക്കെ ഇരുട്ടാവുകയും ചെയ്തപ്പോൾ അവൻ വല്ലാതെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിക്കുകയാണ്. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് അവൻ്റെ ബോയ് ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം, നീ എവിടെയാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ആദ്യം ഇവൻ പറയുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ പോകുമ്പോൾ അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവ അങ്ങനെ പറയണം, ഞാനിവിടെ ഒരു റൂമിൽ പെട്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ്റെ ബോയ് ഫ്രണ്ടിന് ഇവന് ഇരുട്ടൊക്കെ പേടിയുള്ള കാര്യം ഓർമ്മ വരികയും അവൻ ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ആ റൂമിൽ ലോക്കൊക്കെ പൊട്ടിച്ച് അവൻ അവിടേക്ക് വരികയും അവനെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ തള്ളി മാറ്റാനൊക്കെ നോക്കുകയാണ്. പിന്നെ അവൻ്റെ ബോയ് ഫ്രണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് അവൻ റിയലൈസ് ചെയ്യുമ്പോഴാണ് അവനൊന്ന് സമാധാനമാവുന്നതും. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ കരയൊക്കെ ചെയ്യുകയാണ്. അവന് വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ല കരയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് റൂമിൽ പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കാറിലിരുത്താണ്. എന്നിട്ട് അവന് കോഫിയൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അവൻ്റെ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവനെ വളരെ നല്ല രീതിയിൽ ഇവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ എപ്പോഴൊക്കെ ഇതുപോലുള്ള അറ്റാക്ക് വരുന്നോ ആ സമയത്തൊക്കെ ഇവനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇവൻ്റെ ബോയ് ഫ്രണ്ടാണ്. ഇതൊരു ഓൺ ഗോയിങ് സീ ഡ്രാമയാണ്. അടുത്തൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.